ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം മനുചേട്ടന്റെ വീട്ടിലാണ്. ബാക്കി ഈച്ചോ പറയും. ഞങ്ങളുടെ സ്വന്തം മനുചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരനാണ് കേട്ടോ. ഇപ്പം വിജിലൻസിലൊക്കെ ആയിരുന്നു, ഇപ്പം റെയിൽവേ പോലീസിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്. സന്തോഷവാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വൈഫാണ് മഞ്ജു. ഇങ്ങനെ നിഷ്കളങ്കമായിട്ടൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട്. മനുചേട്ടന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ താമരയുടെയും ആമ്പലിന്റെ രാജാവ് എന്ന് തന്നെ പറയാം. എത്ര കളക്ഷൻസ് കാണും? ഏകദേശം 100 വെറൈറ്റിയിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ കളക്ഷൻസിലുണ്ട്. അത് തന്നെയല്ല, അദ്ദേഹം മികച്ചൊരു കർഷകൻ കൂടിയാണ്. നമുക്ക് ഇതിന് ചുറ്റിനും കാണാൻ സാധിക്കും വാഴ, ചേന, കാച്ചില്, മീന്, അങ്ങനെ വേണ്ട ഒരു വീട്ടില് വേണ്ട എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് ഈ പോലീസുകാരൻ. അപ്പൊ ഈ പോലീസുകാരന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പോലീസുകാരുടെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സഹൃദയനായിട്ടുള്ള ഒരു പോലീസുകാരനെയാണ് ഈ വീട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനു പോലീസ് ചെടികളെയും പൂക്കളെയും കൃഷിയെയും ഒക്കെ സ്നേഹിച്ച് തൻ്റെ ഔദ്യോഗിക ജീവിതത്തെ പോലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി ഒരു മനസ്സ് കാണിക്കുന്ന ഒരു പോലീസുകാരനെയാണ് മനു പോലീസിലൂടെ എനിക്ക് കാണുവാൻ സാധിച്ചത്. മനു പോലീസിൻ്റെ സഹധർമ്മിണി മഞ്ജു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ബാങ്കിൻ്റെ തിരക്കുകൾക്ക് ഉള്ളിൽ പോലും അവർ ഇതിൻ്റെ കൂട്ടത്തിൽ, നമ്മുടെ മനു പോലീസിൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് മഞ്ജു മനു പോലീസിനെ സഹായിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ബാലു, മാളവിക, മനുചേട്ടൻ്റെയും മഞ്ജുവിൻ്റെയും മക്കൾ, അവരൊക്കെയും പ്രകൃതിയെയും മണ്ണിനെയും ഒക്കെ അറിഞ്ഞ് മുൻപോട്ട് ജീവിക്കുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് അത് കൃത്യമായിട്ട് എനിക്കറിയാം. കാരണം ആ ഒരു കുഞ്ഞുങ്ങളുടെ പല വീടുകളിലും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു വീട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ചെടികളും പൂക്കളും കൃഷികളും ഒക്കെ ഇവയ്ക്കിടയിലൂടെയുള്ള ഇവരുടെ സഞ്ചാരവും ഒക്കെയും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിന് വളരെ വലിയ സന്തോഷമാണ് പകരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഈ പോലീസുകാരനും കുടുംബവും വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ കൃഷി, പൂക്കൾ, താമര, ആമ്പൽ, അതിൽ നിന്നൊക്കെ ഒരു വരുമാനം കൂടി നേടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു തലം. നമ്മൾ ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഒരു വരുമാന മാർഗം കൂടി ആക്കുമ്പോൾ സാധാരണ നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കുമൊക്കെ പിന്തുടരാവുന്ന ഒരു മാർഗമാണ് ഈ ചെടികളും പൂക്കളും ഒക്കെ ഉള്ള ഒരു ബിസിനസ്. അതുപോലെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന താമര, ആമ്പൽ തുടങ്ങിയ കാര്യങ്ങൾ, ഇവയൊക്കെയും ജോലിയില്ലാത്തവർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒക്കെയും ഒരു വരുമാന മാർഗം കൂടി ആകുമ്പോഴാണ് ഇത് വളരെ ഒരു സന്തോഷത്തിലേക്കും കൂടി നീങ്ങുന്നത്.
മനുപോലിസ് നല്ലൊരു കർഷകനും കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ള കൃഷികളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ പൂച്ചെടികളാണെങ്കിലും ഒക്കെ തെറ്റി, റോസ പോലുള്ള പൂച്ചെടികളും ഇവിടെയുണ്ട്. കൂടുതലും വാഴയാണ്, പലതരത്തിലുള്ള വാഴകളാണ് ഇവിടെയുള്ളത്. ഏകദേശം ഒരു 10-20 വെറൈറ്റി വാഴകൾ ഇദ്ദേഹത്തിൻ്റെ പറമ്പിലുണ്ട്. കപ്പ നട്ടിട്ടുണ്ട്. ഈ വാഴയൊക്കെ ശരിക്കും നോക്കുന്നത് പറഞ്ഞാൽ മനുച്ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനാണ്. അതുപോലെ തന്നെ മനുച്ചേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് ഈ ഇരിക്കുന്നത്. അതായത് പോത്തിന് വേണ്ടിയിട്ടുള്ള ആഹാരം തയ്യാറാക്കുന്ന തിരക്കിലാണ് അച്ഛൻ ഇപ്പോൾ. അച്ഛൻ വളരെ ആക്റ്റീവായിട്ട് ഇതിൻ്റെ കൃഷിയുടെ പുറകെ നടക്കുന്നുണ്ട്. അതുപോലെ വാഴക്കുലകളാണെങ്കിലും ഒക്കെ നല്ല വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പഴുത്ത സാധനങ്ങളൊക്കെ മനുച്ചേട്ടൻ നമുക്ക് വേണ്ടി അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നോക്കുന്നത്. അപ്പോൾ വളരെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 75-80 സെന്റ് സ്ഥലത്തോളം ഉണ്ട്. അപ്പം അതിനകത്ത് കൂടുതലും വാഴ കൃഷിയുണ്ട്, മീന്, 2 പോത്തുകളുണ്ട്. ഒരുവിധം പെട്ട കൃഷികളല്ല, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാ കൃഷികളും ഉണ്ട്. വാഴക്കൃഷിയൊക്കെ കൂടുതലും അച്ഛനാണ്. കാരണം അച്ഛൻ നമ്മൾ കാല് മാറ്റിക്കഴിഞ്ഞാൽ അച്ഛൻ അന്നേരം അവിടെ വാഴ കൊണ്ടുവയ്ക്കുമെന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇത് 2 ചേട്ടന്മാരാണ്, സത്യൻ, ഗോപാലകൃഷ്ണൻ എന്നാണ്. ഇവർ രണ്ടുമാണ് ഇവിടെ എല്ലാ സഹായത്തിനും നമുക്ക് വരുന്നത്. ഇവർ 2 പേരുമാണ്. ചേട്ടന്മാരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. കൃഷിയോടത്തുള്ള താല്പര്യവും വലിയ താല്പര്യമാണ് ചെയ്യുന്നതിന്. പിന്നെ ഇവരെ സഹായിക്കാൻ വളരെ താല്പര്യമുണ്ടല്ലേ? സഹായിക്കുക. ഇത് പിന്നെ മഞ്ജുവിന്റെ അച്ഛനാണ്, അത് വൈഫിന്റെ അച്ഛനാണ്. അച്ഛനാണ് ഇവിടുത്തെ ഈ വാഴക്കൃഷി എല്ലാം അച്ഛനാണ് ഇത്രയും വിപുലമാക്കി എടുത്തത്. ഇത് എന്നുവെച്ചാൽ രാവിലെ ഇറങ്ങും, ഞാൻ ജോലിക്ക് പോയാലും അച്ഛൻ രാവിലെ ഇറങ്ങി ഇതെല്ലാം അങ്ങനെ എല്ലാം തൂത്ത് ഉടച്ച് വൃത്തിയാക്കി ഓരോരോ വാഴ ഇളക്കി വീണ്ടും വീണ്ടും വെച്ച് വാഴക്കാടാക്കിയത് യഥാർത്ഥത്തിൽ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെയാണ് ശരിക്കും വാഴയുടെ പരിപാടി കംപ്ലീറ്റ്. അച്ഛന് ഇതിനോടുള്ള താല്പര്യം എന്താണ്? ചുമ്മാ നിൽക്കണ്ടല്ലോ, എന്തെങ്കിലും സമയം കിട്ടുമ്പോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുഴിച്ചു വെക്കും. തന്നെ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു പോത്തിനെയും നോക്കുന്നത് അച്ഛനാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഒരു വളവും കാര്യങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും. ഈ ചപ്പും ചവരൊക്കെ വാരി ഇടാം അരക്കെട്ടി. ഓക്കെ, വളരെ നന്ദി അച്ഛാ. എന്തായാലും ഈ ഒരു തോട്ടം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ജൈവ രീതിയിൽ ഇങ്ങനെ സംഗതികളൊക്കെ ഉത്പാദിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിലുള്ള ആ ഒരു എഫോർട്ടിനെ നമ്മൾ മാനിക്കുന്നു. ഇത് മനുപോലിസിന്റെ പടുതാക്കുളമാണ്. 1 സെന്റ് സ്ഥലത്തിന് ഉള്ളിൽ പടുത കൊണ്ട് നിർമ്മിച്ച ഒരു കുളമാണ്. ആദ്യം സിലോപ്പിയായിരുന്നു ഇട്ടിരുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് നമ്മുടെ അനബാസ് എന്ന് പറയുന്ന ഒരു മീനാണ്. കരട്ടി, കൈതക്കോര എന്നൊക്കെ പറയും. നല്ല വിളവ് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. പല തരത്തിലുള്ള ഏകദേശം 6ഓളം തരത്തിലുള്ള ഓമകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സപ്പോട്ട, അതുപോലെ പല തരത്തിലുള്ള 10-23 തരത്തോളമുള്ള വാഴകൾ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചായമൻസ, ഈ കാണുന്ന ചായമൻസയാണ്. അത് തോരൻ വെക്കാനൊക്കെ വളരെ നല്ല ഒരു സസ്യമാണ്. അങ്ങനെ ഈ വാഴത്തോട്ടത്തിന് ഉള്ളിൽ ഇടവേളയായിട്ട് ചേന, കാച്ചിൽ, അതുപോലെ ചേമ്പ് ഒക്കെയും ഈ കൃഷിത്തോട്ടത്തിൽ വിളവെടുക്കുന്നുണ്ട് ഈ പോലീസുകാരൻ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൂവ, ഇഞ്ചി തുടങ്ങിയ കൃഷി വസ്തുക്കളും ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ വെട്ടിക്കൂട്ടുക, തടയെടുക്കുക, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഇവരെല്ലാവരും കൂടിയാണ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വളരെ സഹകരണത്തോടു കൂടി വീട്ടുകാരെല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചേട്ടന്മാരും ഒക്കെ കൂടെ സഹകരിച്ചാണ് ഈ ഒരു കൃഷിസ്ഥലത്തെ വളരെ മനോഹരമായ രീതിയിൽ വിളവെടുക്കുന്ന രീതിയിലേക്ക് പാകപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് സത്യം.
പിന്നെ അത്യാവശ്യം ചേന ചേമ്പ് കാച്ചിലൊക്കെ കൃഷി പിന്നെ ഉണ്ട് ഇവിടെ. പിന്നെ അമ്മയാണിത്. ആ, മനുച്ചേട്ടന്റെ അമ്മയാണല്ലേ? എന്റെ അമ്മയാണ്. ഓക്കെ, അമ്മയ്ക്ക് കൃഷിയോടൊക്കെ വളരെ താല്പര്യമാണല്ലേ? പഞ്ചായത്തിൽ നിന്ന് ഞാൻ ഒരിക്കൽ ആ, എന്തോ അതിന്റെ പറയുന്നത് അത് കർഷകരുടെ കർഷകശ്രീയുടെ ആ, അമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയായിരുന്നു. ആ, ഇത് കണ്ടാലറിയാം അമ്മയിൽ നിന്ന് പാർന്നു കിട്ടിയതാണ് ഈ കൃഷി അറിവുകൾ മനുച്ചേട്ടന്. എന്തായാലും വളരെ നന്ദി അമ്മേ. ശരിക്കും ലോട്ടസും ആമ്പലും കൂടെ ഏകദേശം ഒരു 100 വെറൈറ്റിയോളം ഉണ്ട്. ട്രോപ്പിക്കലെ വാട്ടർ ലില്ലീസ് ആണ് കൂടുതലും. ലോട്ടസിൽ പിന്നെ ഹാർഡിയും ട്രോപ്പിക്കലും HND എല്ലാം ഉണ്ട്. അപ്പൊ മനുച്ചേട്ടാ, ഇതിന്റെ ഒരു കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? സാധാരണ ആൾക്കാർക്ക് വളർത്താൻ പറ്റുന്ന ഒരു സാധനമാണോ ഇത്? സാധാരണ ശരിക്കും വെച്ചാൽ ഒരു പിന്നെ 200 രൂപ തൊട്ട് പിന്നെ എത്ര വില വരെ വേണേലുള്ള വാട്ടർ ലില്ലി ഉണ്ട്. ലോട്ടസ് പിന്നെ അത്രയില്ല. അല്ല, ഇത് വളർത്തുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ? യഥാർത്ഥത്തിൽ വളർത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം. ഒരു ചെടി നോക്കുന്നതിനൊക്കെ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതില്ല. അതിനകത്തൊരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഈ ഒച്ചിന്റെയും നത്തക്കയുടെയൊക്കെ ശല്യം വരും. പിന്നെ അത് നോക്കണം എന്നുള്ളത്, പിന്നെ പുഴു വരാൻ നോക്കണം എന്നുള്ളത് മാത്രമാണ്. ഒരിക്കൽ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ 1-2 തവണ വളം ചെയ്ത് കൊടുക്കുന്ന ഒഴിച്ചാൽ അല്ലാതെ വലിയ ആ ഇലകളൊക്കെ അഴുകിയ ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സാധാരണ ഒരു ചെടി വളർത്തുന്ന അത്രയും ബുദ്ധിമുട്ട് എനിക്ക് പക്ഷേ ഇതിനകത്ത് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള ചെടികളാണ് നമ്മൾ പോച്ച പറിക്കണം, അല്ലെങ്കിൽ പിന്നെ വളം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. അത്ര പ്രശ്നങ്ങളൊന്നും ഈ ലോട്ടസിനും വാട്ടർ ലില്ലിക്ക് യഥാർത്ഥത്തിലില്ല. മാത്രമല്ല ഒരു ഇൻകം കിട്ടുന്നത് വളരെ പെട്ടെന്നായിരിക്കും. വാട്ടർ ലില്ലി അല്ല, ലോട്ടസ് ഇൻകം കിട്ടുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിപ്പോൾ സാർവത്രികമായി എല്ലാവരും ഈ രംഗത്തേക്ക് തിരിഞ്ഞതെന്നും അതിനകത്തൊരു സാമ്പത്തിക വശവും കൂടെ ഉണ്ട് തീർച്ചയായിട്ടും. സാധാരണ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. മഞ്ജുവിൻ്റെ അമ്മയാണ്, എന്നാലും എൻ്റെ അമ്മ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും എനിക്ക് കൂടെ വന്നാൽ അത് എന്തൊക്കെയായി തിരക്കി കൂടെ എപ്പോഴാ ഇതിന്റെ ബോധം കൊണ്ട് എന്റെ കൂടെ അമ്മ വരാറുണ്ട്. അത്യാവശ്യം സഹായിക്കാനൊക്കെ. അമ്മയ്ക്ക് ഇതൊക്കെ സന്തോഷമാണോ അമ്മ? ഏറ്റവും സന്തോഷം. ആ, അതെ അതെ, ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അല്ലേ? ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അറിയാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഓക്കെ അമ്മേ, വളരെ നന്ദി. നമ്മുടെ വെർമി കമ്പോസ്റ്റും പിന്നെ ഇത്തിരി എല്ല് കൂടി ചെളി മണ്ണും കൂടെ മിക്സ് ചെയ്ത സാധനമാണ്. മിക്സ് ചെയ്തതാണത്. ആട്ടുകാഷ്ടമുണ്ട് കേട്ടോ. ആട്ടുകാഷ്ടം കിടപ്പുണ്ട്. അങ്ങനെ സൈഡിലായിട്ട് ഒരു മിനിറ്റ്, സൈഡിലായിട്ട് ചൂട് വെച്ച് കൊടുക്കണം. ഇത്രയുള്ള പരിപാടി. എന്നിട്ട് വെള്ളം നിറച്ചു കൊടുക്കണം. എന്നിട്ട് വെള്ളം നമുക്ക് ഫിനിഷ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിൻ്റെ അകത്ത് വെള്ളം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഈ ബേസിൻ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ട്യൂബർ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മനുപോലീസും കുടുംബവും അദ്ദേഹത്തിൻ്റെ താമര ചെടികളുടെയും ആമ്പലിൻ്റെയും കൃഷിയിടങ്ങളുടെയും നടുവിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. കൂടുതൽ അനുഗ്രഹങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.